സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് എംബാബയുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രാൻസ് യൂറോ കപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ സൂപ്പർ താരം എംബാബയുമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് റിയൽ മാഡ്രിഡ്. ജൂലൈ 26-ന് സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന പരിപാടിയിൽ താരത്തെ റിയൽ മാഡ്രിഡ് ഔദ്യോഗികമായി അവതരിപ്പിക്കും. താരം റയൽ മാഡ്രിഡിനു വേണ്ടി ജേഴ്സി നമ്പർ 9 ധരിക്കുമെന്ന് ക്ലബ് ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചു. മുൻ ഫ്രഞ്ച് സ്ട്രൈക്കർ ബെൻസിമയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു താരം ജേഴ്സി നമ്പർ 9 റയലിനു വേണ്ടി ധരിക്കുന്നത്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ സഞ്ജു സാംസൺ കളിച്ചത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ടാണ്. സീനിയർ ടീമിൽ സഞ്ജു ആദ്യമായിട്ടാണ് വൈസ് ക്യാപ്റ്റനായി കളിക്കാനിറങ്ങുന്നത്. ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്ത സഞ്ജു 7 പന്തിൽ 12 റൺസുമായി പുറത്താകാതെ നിന്നു. ഇന്നലെ വിക്കറ്റിന് പിന്നിലും സഞ്ജു ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു മലയാളി താരം ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാകുന്നത്. കളിയിൽ ഇന്ത്യ 23 റൺസിന് ജയിച്ചു. UAE ക്യാപ്റ്റനായ CP റിസ്വാനാണ് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ പോകുമ്പോൾ ടീം ഇന്ത്യ പാകിസ്ഥാനിലോട്ട് പോകില്ല എന്ന് BCCI. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ICCക്ക് മുന്നിൽ ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ സമർപ്പിച്ചു. അതുപ്രകാരം ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ലാഹോറിലാകും നടക്കുക. എന്നാൽ അത് BCCI അംഗീകരിച്ചില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 2023-ലെ ഏഷ്യ കപ്പ് പോലെ ഒരു ഹൈബ്രിഡ് മോഡൽ വേണമെന്നാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ UAE-യിലോ ശ്രീലങ്കയിലോ നടത്താനാണ് പ്ലാൻ. ഇല്ലെങ്കിൽ മുഴുവനായും ടൂർണമെന്റ് UAE-യിലോട്ട് കൊണ്ടുപോകാനും ചർച്ചകൾ നടക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. 2008-ലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇതുവരെ പാകിസ്ഥാനിലോട്ട് പോയിട്ടില്ല. ICCയും ഈ വിഷയത്തിൽ ഒരു ഒഫീഷ്യൽ തീരുമാനം എടുത്തിട്ടില്ല. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. T20 വേൾഡ് കപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെ മോശം വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ പുറത്താക്കിയതിന് പിന്നാലെ ഇപ്പോൾ ടീമിനെതിരെ കോച്ച് ഗ്യാരി ക്രിസ്റ്റ്യൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ടീമിന്റെ പ്രധാന താരമായ ഷഹീം ഷാഫ്രിഡി ഹെഡ് കോച്ചായ തന്നോടും മറ്റു കോച്ചിംഗ് സ്റ്റാഫ്മാരോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയെന്നാണ് ഗ്യാരി ക്രിസ്റ്റ്യൻ ആരോപിക്കുന്നത്. ടീമിന്റെ യൂണിറ്റി തന്നെ നഷ്ടപ്പെട്ടു എന്നും സീനിയർ താരങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുക പോലുമില്ല എന്നും ഗ്യാരി ക്രിസ്റ്റ്യൻ ആരോപിക്കുന്നു. T20 വേൾഡ് കപ്പിലെ മോശം പ്രകടനം പാകിസ്ഥാൻ ടീമിനെയും ക്രിക്കറ്റ് ബോർഡിനെയും നല്ല രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ടീമിനെതിരെ പല മുൻ താരങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. യൂറോ കപ്പിന്റെയും കോപ്പ അമേരിക്കയുടെയും ഫൈനൽ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 15 ഇന്ത്യൻ സമയം രാവിലെ 5:30-ക്ക് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കൊളംബിയയെ ഫ്ലോറിഡയിലെ മിയാമി ഗാർഡൻ സ്റ്റേഡിയത്തിൽ നേരിടും. അർജന്റീനയുടെ ലെജൻഡറി പ്ലെയർ ഏഞ്ചൽ ഡി മരിയയുടെ അവസാന അന്താരാഷ്ട്ര മത്സരം കൂടെയാണിത്. യൂറോ കപ്പിന്റെ അന്തിമ പോരാട്ടത്തിൽ സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. കഴിഞ്ഞ യൂറോ ഫൈനലിൽ പെനാൽറ്റി നഷ്ടപ്പെട്ട കിരീടം പിടിച്ചെടുക്കാൻ കെയ്നും സംഘവും വരുമ്പോൾ 12 കൊല്ലത്തിന് ശേഷം യൂറോ കപ്പ് തിരിച്ചുപിടിക്കാൻ സ്പാനിഷും സംഘവും ഇറങ്ങുന്നത്. ജൂലൈ 15 ഇന്ത്യൻ സമയം രാത്രി 12:30-ക്ക് ബെർലിനിലാണ് മത്സരം. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ശ്രീലങ്കൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീലങ്കയുടെ T20 ക്യാപ്റ്റൻ ഹസരംഗ തന്റെ ക്യാപ്റ്റൻസി രാജിവെച്ചു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെയാണ് താരം ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചത്. സൂപ്പർ 8-ൽ പോലും കടക്കാൻ പറ്റാതെയാണ് മുൻ ചാമ്പ്യന്മാർ വേൾഡ് കപ്പിന് പുറത്തുപോയത്. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് മെൻസ് T20യുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ സിംബാബ്വെയെ 23 റൺസിന് തോൽപ്പിച്ചതോടെ T20-യിൽ 150 വിജയങ്ങൾ നേടുന്ന ആദ്യ ടീമായി ഇന്ത്യ. 230 മത്സരങ്ങളിൽ നിന്ന് നിലവിൽ ഇന്ത്യക്ക് 150 വിജയങ്ങൾ ഉണ്ട്. 245 മത്സരങ്ങളിൽ 142 വിജയങ്ങളുമായി പാകിസ്ഥാനാണ് രണ്ടാമത്. 111 വിജയങ്ങളുമായി കിവീസ് മൂന്നാമതും. 176 മത്സരങ്ങളിൽ 104 തോൽവിയുമായി ബംഗ്ലാദേശിനാണ് ഏറ്റവും കൂടുതൽ T20 തോൽവികൾ എന്ന റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. 202 മത്സരങ്ങളിൽ 101 തോൽവിയുമായി 2 വട്ടം T20 വേൾഡ് ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം സ്ഥാനത്തും. 192 കളിയിൽ 100 തോൽവിയുമായി മുൻ ലോക ചാമ്പ്യൻ ശ്രീലങ്ക മൂന്നാമതും. കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.